അപ്പോൾ ഇതാ നമ്മളൊരു വൈകുന്നേരത്തെ വിശേഷമായിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇതാ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി കടിക്ക് വേണ്ടിയിട്ട് കാവത്ത് കളക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് കളിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നിതാ 4 മണിക്ക് കാവത്ത് പൊരിയതും നല്ല ചീനപ്പറങ്കി എന്ന് വെച്ചാൽ കാന്താരി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടി കേട്ടോ. അതുകൊണ്ട് ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും പാടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വേറൊരു സ്ഥലത്തും കൂടിയും കളച്ചെടുക്കാമെന്ന് കയറി അത് കളക്കുക കേട്ടോ. ഇത് കുറച്ച് വലുതാണ് കണ്ടിട്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ കാവത്താണ് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ നന്നാക്കി വരാം കേട്ടോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അപ്പം അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ മൂക്കരിഞ്ഞ് അവിടെ തന്നെ കുഴിച്ചിടും കേട്ടോ. ഞങ്ങളവിടെയൊക്കെ അങ്ങനെ പറയുക. ഇനി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അടുത്ത കൊല്ലം ഇതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഈ കുഴിയിൽ തന്നെ കുഴിച്ചിടാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ കാവത്ത്. ഈ നമ്മൾ ആദ്യം പറിച്ചതും കൂടി ഉണ്ട്. അപ്പോൾ ഒക്കെ പാടക ഇത്ര കിട്ടി. ഇതൊക്കെ നന്നാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കാവത്തൊക്കെ നന്നാക്കി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, നല്ല കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാന്താരി ചമ്മന്തി കാവത്തുമാണേ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ഇനി അടുപ്പത്ത് വെക്കാം കേട്ടോ. അടച്ചൊക്കെ വെച്ച് ഇതാവട്ടെ. അപ്പോൾ നമ്മളെ കാവത്തായിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്കില്ല ചമ്മന്തിയും കൂടി അരക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാന്താരിയും കൂടി നന്നാക്കി ഇതിലേക്ക് ഇടട്ടെ കേട്ടോ. കാന്താരിയും ചെറുള്ളിയും മാത്രം ഇട്ടിട്ട് അരക്കുന്ന ഉപ്പ് കൂട്ടി എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് നമുക്ക് അങ്ങനെ വയ്ക്കാം. കാന്താരിയൊക്കെ നന്നാക്കി ഇടട്ടെ. അപ്പോൾ കേട്ടോ ഒക്കെ കാന്താരിയും ചെറുള്ളിയും ഒക്കെ നന്നാക്കി ചമ്മന്തി റെഡി കേട്ടോ. പിന്നെ നമുക്കിനി ചായ കുടിക്കാം അല്ലേ. അപ്പോൾ ഇലയിൽ ഓരോ കാവത്തുമായിട്ട് നമുക്ക് വെക്കാം അല്ലേ. കാവത്തും കാന്താരി ചമ്മന്തിയും നല്ല കട്ടൻ ചായ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.